ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അടവ് നയം അടുത്ത നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വ്യാപകമാക്കാം. ബംഗാളിലും നോക്കാം ഈ അടവ് നയം. തലയിൽ മുണ്ടിട്ടിട്ടുള്ള പ്രണയം. ബിജെപിക്ക് കേരളത്തിൽ ഇടമുണ്ടാക്കി കൊടുക്കുന്നതിന് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിലൂടെ പിണറായി സർക്കാർ പരിശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന സമീപനങ്ങളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. പൂരം കലക്കിയതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP BJP നേതാക്കളുമായി ബന്ധപ്പെട്ടതുമൊന്നും വെറുതെയല്ല. പിണറായിയുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റയും BJPയുടെ അടുത്ത ആളാണ്. കൊടകരയിൽ നടന്ന പണം തട്ടിപ്പ് സംബന്ധിച്ച് BJPക്കെതിരെ വളർന്നു വന്ന കേസ് ഭംഗിയായി ഇല്ലാതാക്കി. BJPയും നന്നായി സഹായിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ സ്വർണം കള്ളക്കടത്ത് കേസ് ലാവ്ലിൻ കേസ് പോലെ നീളുകയാണ്. CBIക്ക് സമയമില്ല, അഭിഭാഷകന് സമയമില്ല തുടങ്ങിയവയാണ് കാരണങ്ങൾ. വീണ വിജയനെതിരായ അന്വേഷണവും ഒന്നുമല്ലാതാകുന്ന മട്ടാണ്. പിണറായിയുടെ സമയം തെളിയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇല്ലാതായി. ഇപ്പോൾ സുരേഷ് ഗോപിയും മിണ്ടുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പറയുമായിരിക്കും. ഏറ്റവും അവസാനത്തെ സൂചനകൾ അനുസരിച്ച് പിണറായിയുടെ സ്വപ്ന പദ്ധതിയായ കേരളിന് കേന്ദ്രം അനുമതി കൊടുക്കാൻ പോകുന്നു. പുതിയ